നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ പ്രശാന്ത് സാറ്, സൈബർ ക്രൈം യൂണിറ്റ് കേരള പോലീസ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതൊരു ഡിസ്കഷൻ മോഡിലേക്ക് ആക്കണമെന്നാണ് പറയുന്നത്. കാര്യം പറഞ്ഞാൽ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണം. കാര്യം പറഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് സാറിനോട് ഞാൻ ചോദിച്ചു, സാറിന് ഏകദേശം 20-25 വർഷമായിട്ട് ഈ മേഖലയിലാണ്, സൈബർ ക്രൈം യൂണിറ്റിലും സൈബർ വേൾഡിൽ ഇതുമായിട്ട് കൈകാര്യം ചെയ്യുന്ന യൂണിറ്റിലാണ്. അപ്പോൾ നമ്മളെ പോലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ ദിനംപ്രതി കൈകാര്യം ചെയ്യുകയും അതിൻ്റെ വ്യത്യസ്തതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. 17 വർഷമായിട്ട് ഈ സൈബർ മേഖല നിൽക്കുകയാണ്. അപ്പൊ ഈ സ്വാഭാവികം നമ്മൾ കുറേ വർഷമായിട്ട് ഈ മേഖല നിൽക്കുന്നുണ്ട്. പല രീതിയിലുള്ള കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പൊ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല, നമുക്ക് വളരെ കുറച്ച് ലിമിറ്റഡുള്ള സമയമുള്ളൂ. അപ്പൊ ആനുകാലികമായി ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈംസ്, കുറ്റകൃത്യങ്ങളെ പറ്റി, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അവയർനെസ് ആണ്. കുറ്റകൃത്യം തടയണമെങ്കിൽ പോലീസ് വിചാരിച്ചാൽ, ഞാൻ 20 വർഷമായി മൊത്തം പോലീസിൽ, 17 വർഷം സൈബറിൽ ജോലി ചെയ്തു. പോലീസ് വിചാരിച്ചു എന്ന് വെച്ചിട്ട് കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റും. റീസെന്റായിട്ട് ഫിനാൻഷ്യൽ ഫ്രോഡിൽ കൂടുതൽ വിക്ടിമായി വരുന്നത് പ്രായപൂർത്തിയായ ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് കുറ്റകൃത്യങ്ങൾക്ക് വിക്ടിമാകുന്നു എന്നുള്ള ധാരണ നമുക്കുണ്ട്. പക്ഷെ സൈബർ ക്രൈം തിരിച്ചാണ്, വിദ്യാഭ്യാസം കൂടുന്നതോറും വിക്ടിമാകാനുള്ള സാധ്യതയും. എന്താണ് വെർച്വൽ അറസ്റ്റ്? ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സൈബർ പോലീസ് സ്റ്റേഷനിൽ പോലത്തെ കേസുകൾ പോയി കഴിഞ്ഞാൽ ഈ വിക്ടിമായി വന്നിട്ടുള്ള ആൾക്കാർ ഹൈ പ്രൊഫൈൽ ഉള്ള ആൾക്കാരാണ്. അത് നമ്മളവിടെ റെക്കോർഡ് വരുമാനം ഇതിനു വേണ്ടി ഓൺലൈൻ ഫ്രോഡ് വഴി ചെലവഴിച്ച വ്യക്തിയുണ്ട്. 6 കോടി 20 ലക്ഷത്തോളം നമ്മളെ റെക്കോർഡ്. അപ്പൊ നമ്മളെ ഓഫീസിൽ തമാശക്ക് വരും, മുമ്പ് 1 കോടിയായി, ഇനി അടുത്ത റെക്കോർഡ് അടുത്ത ഒരാൾ 2 കോടി ഇരിക്കണം. അപ്പൊ അടുത്ത ആഴ്ച 3 കോടി റെക്കോർഡ് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ താഴ്ന്ന് ഏതെത്തി 6 കോടിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മളവിടെ തമാശക്ക് വരും, ഇന്ത്യന്റെ മുകളിൽ 4 എന്ന് വരുമെന്ന്. അപ്പൊ 6 കോടി നഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഏകദേശം 30 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തതാണ്. ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് അയാൾ ഉണ്ടാക്കിയ സമ്പാദ്യമാണ് ഈ ഓൺലൈൻ ഫ്രോഡ് വഴി അയാൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് ഓൺലൈൻ ഫ്രോഡ് പറ്റിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ വായിച്ചു, എന്താണത്? എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ് എന്താണെന്ന് അറിയാലോ. അറിയാം ആൾക്കാർക്ക് അറിഞ്ഞാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ക്രൈമിന് വിക്ടിമായി ഒരുപാട് ലക്ഷങ്ങളും കോടികളും കൊണ്ടു കൊടുത്തവരുണ്ട്. അപ്പൊ ഒരു ക്രൈം വന്നു കഴിയുമ്പോൾ ഇപ്പൊ പോലീസ്